ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, സ്ത്രീധനം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് സ്ത്രീധനം എന്ന് പറയുമ്പോൾ വിവാഹ സമയത്ത് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്ന സ്വർണവും പണവും സമ്മാനവും ഒക്കെയാണ്. പക്ഷേ പല കുടുംബങ്ങളിലെയും കാര്യം അങ്ങനെയല്ല. വിവാഹത്തിന് ശേഷവും വർഷങ്ങളോളം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ബിസിനസ്, കുട്ടികളുടെ ഓരോ ചെലവ്, അതല്ലെങ്കിൽ വീട് പണിയുന്നതിന്റെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെടുന്ന പ്രവണത പല വീടുകളിലുമുണ്ട്. ശരിക്കും നിയമപരമായി ഇത് തെറ്റ് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ആ പെൺകുട്ടിയുടെ വീട്ടിലെ സന്തോഷവും സമാധാനവും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത കൂടിയാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ആൺവീട്ടുകാരാണ് സ്ത്രീധനം ചോദിക്കുന്നതെന്ന്. പക്ഷെ ചില സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഈ പെൺകുട്ടി തന്നെയും പറയുന്നു, എനിക്ക് അവൾക്ക് ഇത്ര ലക്ഷം കൊടുത്തല്ലോ, അവളുടെ വീട്ടിൽ നിന്ന് കാറ് കൊടുത്തല്ലോ, അപ്പൊ എനിക്കും ഇത്ര ലക്ഷം വേണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കാറ് വാങ്ങിത്തരണം, ഫ്ലാറ്റ് വാങ്ങിത്തരണം. ഇങ്ങനെ എവിടെ നിന്നാണോ മാറ്റം തുടങ്ങേണ്ടത് ആ മനസ്സിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ ഈ പ്രവണത നമുക്ക് മാറ്റാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ, എനിക്ക് ഓരോ പെൺകുട്ടികളോടും പറയുവാനായിട്ടുള്ളത്, ഈ സ്ത്രീധനത്തിനെതിരെയായിട്ടുള്ള മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെയാണ്. ഓരോ പെൺകുട്ടിയും മനസ്സിൽ വിചാരിക്കണം, എന്റെ മാതാപിതാക്കൾ എനിക്ക് ജന്മം തന്നു, കഷ്ടപ്പെട്ട് വളർത്തി, പഠിപ്പിച്ചു. ഇനി ഒരിക്കലും ഞാൻ അവർക്ക് ഒരു ഭാരമായിട്ട് മാറുകയില്ല. അവരുടെ തലയിലേക്ക് അമിതമായ സാമ്പത്തിക ഭാരം ഞാൻ ഇട്ടു കൊടുക്കുകയില്ല. എന്റെ കഴിവുകൊണ്ട് ഞാൻ എന്റെ ജീവിതം പടുത്തുയർത്തും, ഞാൻ സ്വന്തം കാലിൽ നിലനിൽക്കും. ഇങ്ങനെ ഓരോ പെൺകുട്ടിയും വിചാരിച്ചാൽ ഈ സ്ത്രീധനം എന്ന സമ്പ്രദായം നമുക്ക് പൂർണ്ണമായും നിർത്തലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ ആൺകുട്ടിയും വിചാരിക്കണം, ഞാൻ വിവാഹം കഴിക്കുന്നത് ഒരു മനുഷ്യനെയാണ്, അല്ലാതെ സമ്പത്തിനെയല്ല. അങ്ങനെ മാറ്റം ഓരോ പെൺകുട്ടിയുടെയും ഓരോ ആൺകുട്ടിയുടെയും മനസ്സിൽ നിന്ന് തുടങ്ങുമ്പോൾ ഈ സ്ത്രീധനം എന്ന പ്രവണത പൂർണ്ണമായും നമുക്ക് നിർത്തലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൂട്ടുകാരെ, ഇന്ന് സ്ത്രീകൾ എല്ലാ മേഖലയിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിടത്തും അവരെ മാറ്റി നിർത്താൻ സാധിക്കില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവരെ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനം കൊടുക്കുന്നത്? അതിന്റെ യാതൊരു ആവശ്യമില്ല. ഓരോ ആൺകുട്ടിയും ഓരോ പെൺകുട്ടിയും സ്വയം തീരുമാനിക്കാം, ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കും, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തന്നെ പടുത്തുയർത്തും. അതിന് എന്തെങ്കിലും സഹായം മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതൊരിക്കലും അവരുടെ തലയിൽ ഒരു സാമ്പത്തിക ഭാരമായി ഇട്ടു കൊടുക്കാതിരിക്കുക. മറിച്ച് അവർക്ക് നമ്മൾ താങ്ങാവുക, തണലാവുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ മക്കൾക്ക് കൊടുക്കേണ്ടത് സ്ത്രീധനമോ കാറോ പണമോ ഒന്നുമല്ല കൊടുക്കേണ്ടത്. നല്ല ആത്മവിശ്വാസമുള്ള മനസ്സ്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ്, മൂല്യബോധം, ഏതൊരു പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസം, ഇതെല്ലാമാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത്. ഇതാണ് നമ്മളുടെ കാലം കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എപ്പോഴും ചിന്തിക്കേണ്ടത്, ഞാൻ എന്റെ കഴിവുകൊണ്ട് എന്റെ ജീവിതം ഞാൻ പടുത്തുയർത്തും, അതല്ലാതെ എന്റെ മാതാപിതാക്കൾക്കോ ആർക്കും ഞാനൊരു ഭാരമായി മാറുകയില്ല. ഈ ഒരു ചിന്തയോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, മൂല്യബോധത്തോടുകൂടി ഇനിയുള്ള തലമുറ വളർന്നു വരട്ടെ. ഈ സ്ത്രീധനം എന്ന മോശം സമ്പ്രദായം ഓരോരുത്തരുടെ മനസ്സിൽ നിന്നും മാറ്റിക്കളയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സ്ത്രീയും പുരുഷനും തുല്യരാണ്. അവർ സ്വന്തം അധ്വാനത്തിലൂടെ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുമ്പോഴാണ് യഥാർത്ഥമായ കുടുംബ സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും തീരുമാനമെടുക്കുക, ഞാൻ സ്ത്രീധനം ചോദിക്കില്ല, സ്ത്രീധനം നൽകാൻ പ്രോത്സാഹിപ്പിക്കില്ല, അതുപോലെ തന്നെ സ്ത്രീധനം കൊടുക്കാനും സമ്മതിക്കില്ല. ഈ ഒരു ചിന്തയിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ സമൂഹത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ അടുത്ത തലമുറ ആ രീതിയിലേക്ക് വളർന്നു വരികയും ചെയ്യും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ബൈ.